الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയാവണ്ണം ഭയപ്പെട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാനും അവസാന ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് എവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പുണ്യമുള്ള ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുണ്യത്തെ സംബന്ധിച്ചും പ്രാധാന്യത്തെ സംബന്ധിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചത്. ഹജ്ജിന്റെ ദിവസങ്ങളാണ്. ഹാജിമാര് എല്ലാവരും മക്കയിൽ എത്തിക്കഴിഞ്ഞു. അവരൊക്കെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഹജ്ജ് അവിടെ നിൽക്കുന്നവർക്കും ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജ്, പുറത്തുള്ളവർക്ക് മറ്റു നാടുകളിലുള്ളവർക്ക് ബലി പെരുന്നാൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സവിശേഷമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഹജ്ജിലാവട്ടെ, ബലി പെരുന്നാളിലാവട്ടെ, ബലി കർമ്മങ്ങളിലാവട്ടെ, ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വം ആരാണ് എല്ലാവർക്കും അറിയാം. അത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാനവകുലത്തിന്റെ പിതാവ് എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം ആദ്യ പിതാവ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള പ്രബല ജനസമൂഹങ്ങൾ പിതാവായിട്ട് അംഗീകരിക്കുന്ന അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞ് ക്രൈസ്തവരും ജൂതരും മുസ്ലിങ്ങളുമൊക്കെ അനിത്തബഅ മില്ലത്ത അബീക ഇബ്രാഹിം, താങ്കളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ, അതുവഴി നമ്മളോടും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരും. പലതും നമ്മൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് കേട്ടു, നമ്മൾ മനസ്സിലാക്കി. സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഉജ്ജ്വലമായ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു. അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചു, കഷ്ടപ്പെട്ടു, അല്ലെ? ഇറാഖിൽ ജനിച്ച് അവിടുന്ന് അങ്ങനെ പലായനം ചെയ്ത് അറേബ്യൻ
നാടുകളിലൂടെയൊക്കെ പോയി ഈജിപ്ത് വരെ എത്തി. ഫലസ്തീൻ, ഷാം, ബിലാദ് ഷാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും തന്റെ സന്ദേശം, തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും താൻ ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഉത്തരവാദിത്വം എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ പൊരുളെന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവർത്തിച്ചു പറഞ്ഞ കാര്യം എന്തായിരുന്നു? എന്തിനു വേണ്ടി നിലകൊണ്ടതായിരുന്നു? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് തൗഹീദ് പ്രബോധനം ചെയ്യുക എന്നതാണ്. തൗഹീദ് പ്രബോധനം ചെയ്യുക. പിന്നെ അനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. സ്വാഭാവികമായും സാമൂഹ്യ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അത് അതിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ്. തൗഹീദ് പ്രബോധനം ചെയ്യുക. എന്താണ് തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംവിധായകനും പരിപാലകനും നിയന്താവുമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അവൻ ഒന്നാണ്, ഏകനാണ്. അവനാണ് ആകാശഭൂമികളെ പടച്ചത്, അവനാണ് മനുഷ്യനെ പടച്ചത്, ജന്തുക്കളെ പടച്ചത്, ജീവജാലങ്ങളെ പടച്ചത്. അവനാണ് ലോകം ഭരിക്കുന്നത്, നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. എല്ലാം അവന്റെ കയ്യിലാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. സർവാധികാരവും അവനാണ്, സർവസ്തുതിയും അവനാണ്. അങ്ങനെയുള്ള റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് മനുഷ്യരോട് സംസാരിക്കാം. അതാണ് തൗഹീദ്. അപ്പൊ ഏകനായ റബ്ബ്, അവനാണ് സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും. ആ റബ്ബിന് വിധേയപ്പെട്ട്, ആ റബ്ബിന്റെ സൃഷ്ടികളായ മനുഷ്യർ ആ റബ്ബിന് വിധേയപ്പെട്ട് റബ്ബിന്റെ അടിമത്വം അംഗീകരിച്ച് റബ്ബിൽ വിശ്വസിച്ച് ആ റബ്ബിനെ ആരാധിച്ച് ആ റബ്ബിനോട് പ്രാർത്ഥിച്ച് അവന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം. വന അവ്വലുൽ മുസ്ലിമീൻ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതാണ്. ഞാൻ ആദ്യ മുസ്ലിമാണ്. മുസ്ലിങ്ങളിൽ ആദ്യത്തെ ഒന്നല്ല, അതിൽ നമ്പർ 1. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ ഈ റബ്ബിനെ ഇങ്ങനെ മനസ്സിലാക്കി, ഈ റബ്ബിന് ഇങ്ങനെ ജീവിതം സമർപ്പിച്ച് ജീവിക്കാം. അതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അതാണ് തൗഹീദ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ദൈവമില്ല. നമ്മളൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല, ഒരു തമ്പുരാനില്ല, ഒരു സൃഷ്ടാവില്ല, ഒരു നിയന്താവില്ല. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അല്ലാഹു അല്ലാതെ പ്രാർത്ഥന കേൾക്കാനും സ്വീകരിക്കാനും വേറൊരു ശക്തിയില്ല. അഭൗതികമായ കാര്യത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്ന വേറെ ഒരാളില്ല. അദൃശ്യമായ കാര്യങ്ങൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്നറിയുന്ന വേറെ ഒരാളുമില്ല. മനുഷ്യനാർത്ഥത്തിൽ പരമമായി ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒരാൾക്കും കഴിയില്ല. ഇതൊക്കെ തൗഹീദിന്റെ വിശദീകരണം. ഈ തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ സംസാരിച്ചത്. ആ തൗഹീദ് അവിടെ സംസാരിച്ചപ്പോൾ അവിടെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന സാഹചര്യം അതല്ല. തൗഹീദിന് വിരുദ്ധമായി ബിംബങ്ങളും വിഗ്രഹങ്ങളും വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നവരായി. അപ്പൊ ആ വിഗ്രഹാരാധനയും ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം, ആ കുഴപ്പമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ടത്. അദ്ദേഹം പല രൂപത്തിൽ ഇവരോട് സംസാരിക്കുന്നതാണ്. ഖുർആനിൽ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനങ്ങൾ വെറുതെ എങ്ങനെ നോക്കൂ. ഇപ്പൊ ഞാൻ സൂറത്ത് ഷുഅറയിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കും. തുടക്കത്തിൽ നമ്മൾ ഓതിയത് നോക്കൂ. ആയത്ത് എന്തൊക്കെയാണ് പറയുന്നത്? വെറുതെ എങ്ങനെ അത് വിശദീകരിച്ചു പോകാനും നമുക്ക് സമയമില്ല. വെറുതെ എങ്ങനെ പറഞ്ഞു പോകട്ടോ. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ വിവരവും വൃത്താന്തവും കാര്യങ്ങളും വാർത്തയും ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഓതിക്കൊടുക്കുക. ഇത് ഖാലലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ. അദ്ദേഹം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും ചോദിച്ച സന്ദർഭം, മാ തഅബുദൂൻ, എന്തിനാണ് നിങ്ങളൊക്കെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ വിഗ്രഹാരാധന, ബിംബാരാധന, പിതാവ് പൂജാരിയാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങളൊക്കെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഖാലു നഅബുദു അസ്നാമൻ, ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയൊക്കെ ആണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഫനളല്ലു ലഹ ആകിഫീൻ, ഞങ്ങൾ അതിനു അവരുടെ മുമ്പിൽ ഭജനയിരിക്കുകയൊക്കെ ചെയ്യും, ഇഅ്തികാഫ്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഉ, ചോദിച്ചോണ്ടേ
എങ്കിൽ നിങ്ങൾ ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഇവർ കേൾക്കൂ. ഔ യൻഫഊനകും ഔ യദുറൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ, നിങ്ങളെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കുമോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഖാലു വജദ് ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലു. നീ കൂടുതലൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കല്ലേ, അതൊന്നും ഞങ്ങൾക്കറിയില്ല മോനെ. ഇത് ഉപദ്രവം ചെയ്യോ ഉപകാരം ചെയ്യോ പ്രാർത്ഥന കേൾക്കോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വാപ്പപ്പാര് പൂർവികർ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു, ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു. ഇത് നമ്മളും കേൾക്കുന്ന, സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗം. നമ്മുടെ വാപ്പപ്പാരായിട്ട് ചെയ്തു വന്ന സംഗതിയാണ്. അതിലെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിക്കണ്ട, നമ്മളതങ്ങനെ തുടർന്നു പോവുക. ഇത് നമ്മുടെ ഇടയിൽ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനാണെങ്കിൽ ഈ വർത്താനാണ്, ഈ മറുപടിയാണ്. ന്യായമായ ചില ചോദ്യങ്ങൾ ചോദിച്ചേ ഉള്ളൂ. എന്ത്? നിങ്ങൾ ഈ പ്രാർത്ഥിച്ചാൽ ഈ വിഗ്രഹങ്ങൾ കേൾക്കുമോ, നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഇവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ഞങ്ങളുടെ പൂർവികർ എന്ത് ചെയ്യുന്നുവോ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ ചെയ്യാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, അങ്ങനെ പറ്റൂലല്ലോ. വേറെടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രപിതാക്കന്മാര് പൂർവികര് വാപ്പപ്പാർക്ക് വിവരമില്ലാത്തവരാണെങ്കിലോ ആ വിവരമില്ലായ്മയെ നിങ്ങൾ എന്തിനു പിൻപറ്റണം? അന്ധമായി പൂർവികരെ എന്തിനു പിൻപറ്റണം? വേറെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചെന്താന്ന് പറയാ, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. അപ്പൊ നിങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളും അൻതും ആബാഉക്കുമുൽ അഖ്ദമൂൻ, നിങ്ങളുടെ പൂർവികരായ നിങ്ങളുടെ പിതാക്കളും, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ ഞാനില്ലേ, ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. ഈ ശിർക്ക്, ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഇതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കതിനോട് വിരോധമാണ്, അതിനോട് എനിക്ക് ശത്രുതയാണ്. ഞാൻ അംഗീകരിക്കുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാനെ മാത്രമാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതാണ് ജഗന്നിയന്താവായ തമ്പുരാൻ. ജഗദീശ്വരനും പരമേശ്വരനും എന്നൊക്കെ മലയാളത്തിൽ പറയും. അത് പറഞ്ഞു കിട്ടുമ്പോൾ നമ്മളെന്ത് പഠിച്ചു? അതൊക്കെ മലയാളം. ജഗന്നാഥൻ എന്ന് പറയും അല്ലേ? ഈ ജഗത്തിന്റെ നാഥനായിട്ടും തമ്പുരാനായിട്ടും വിശ്വംഭരനായിട്ടും പരമേശ്വരനായിട്ടും അതൊക്കെ മലയാളം. അതിന്റെ എന്തിന്റെ മലയാളമാണത്? റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ മലയാളം. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ റബ്ബുൽ ആലമീനെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ പഠിച്ചത്. ഇതൊന്നുമല്ല ഈ പറഞ്ഞ ഈ കാണുന്ന നിങ്ങൾ ഈ കുമ്പിടുന്ന പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല എന്നെ പഠിച്ചത്. ആ റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് എന്നെ പഠിച്ചത്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല എനിക്ക് വഴി കാണിച്ചതും. എല്ലാ അർത്ഥത്തിലും ഞാൻ ജീവിച്ചിങ്ങനെ പോവല്ലേ, എന്റെ ജീവിതവും ജീവനും ഒക്കെ എനിക്ക് തന്ന് എനിക്ക് വഴി കാട്ടിയതും മാർഗം കാണിച്ചതും അവനാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ആഹാരം നൽകുന്നത് അവനാണ്, എനിക്ക് ജലപാനം എന്നെ കുടിപ്പിക്കുന്നത് വെള്ളം നൽകുന്നത് അവനാണ്. വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നത് അവനാണ്. നമ്മൾ മരുന്നൊക്കെ കഴിക്കും, അതൊക്കെ ഒരു കാരണം മാത്രമേ. യഥാർത്ഥത്തിൽ സുഖം മരുന്നോട് മാറുകയാണെങ്കിൽ എല്ലാം മാറില്ല. പക്ഷെ രോഗം വന്നാൽ ആരാണ് എന്നെ സുഖപ്പെടുത്തുന്നത്? വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ആ റബ്ബാണ്, റബ്ബുൽ ആലമീനാണ് എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നത്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നത് പിന്നെയും എന്നെ ജീവിപ്പിക്കുന്നു, ആ ജീവിപ്പിക്കുന്നത് അവനാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, അന്ത്യനാളിൽ എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണമെന്ന് ഞാൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നതും അവലംബമാക്കിയിട്ടുള്ളതും ആ റബ്ബിനെയാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പിന്നെ അങ്ങനെ പ്രാർത്ഥന വേറെ പോവാം. പടച്ചവനെ, അതുകൊണ്ട് എനിക്ക് തത്വജ്ഞാനം നൽകുകയും എന്നെ നല്ല മനുഷ്യരോടൊപ്പം ചേർക്കുകയും ചെയ്യണേ എന്ന് തന്റെ പിതാവിന്റെ കൂടെയുള്ള മനുഷ്യരും മുന്നിൽ നിൽക്കെ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ആരാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു. പടച്ചവൻ ആരാണ്, പടച്ച തമ്പുരാൻ ആരാണെന്ന് പറഞ്ഞു. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞു. അതിന് വിരുദ്ധമായിട്ട് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അബദ്ധങ്ങളും പൊട്ടത്തരമാണെന്ന് പറഞ്ഞു. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ യഥാ ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഊന്നൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഏകദൈവ വിശ്വാസത്തിലാണ്, തൗഹീദിലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അത് നമ്മുടെ ആദർശമാണ്. നമ്മൾ മുവഹ്ഹിദുകളാണ്. തൗഹീദാണ് നമ്മുടെ ആദർശം അല്ലെ? പടച്ച റബ്ബല്ലാതെ ഒരു സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമില്ല. അതിനെ നമ്മൾ മുറുകെ പിടിച്ച് മുമ്പോട്ട് വിശ്വാസികൾ. ചിലപ്പോൾ നമുക്കും അബദ്ധം പറ്റുന്നുണ്ട്. നോക്കൂ, ഇത്രത്തോളം ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ, പ്രവാചകന്മാര് പറഞ്ഞ ആ
അല്ലദീ ഹുവ എന്താ പറഞ്ഞ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് വഴി കാണിച്ച് എനിക്ക് ആഹാരം നൽകി എനിക്ക് ജലം നൽകി വെള്ളം നൽകി എന്നെ രോഗം വന്നപ്പോൾ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാൻ ഒരുവനാണ്. പക്ഷെ നമുക്ക് തന്നെ പറ്റുന്ന അബദ്ധം ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? നമ്മൾ ഈ ഖൗമിന്റെ നമ്മുടെ സമുദായം എന്ന് പറയുന്നത്, ഈ സമുദായത്തിൽ കുറെ ആളുകൾ ഈ തൗഹീദിന്റെ വളരെ കൃത്യമായ നിലപാടുകളിൽ നിന്ന് തെറ്റി മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഇതിന് വിരുദ്ധമായ നിലപാടുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. സാധാരണഗതിയിൽ ഇപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരാളെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ആരായിരുന്നു നമുക്കറിയില്ല, അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കാം, അതുപോലെ തന്നെ അദ്ദേഹം പടച്ചവന് ഇഷ്ടപ്പെട്ട ആളായിരിക്കാം, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ പൂർവികരൊക്കെ പക്ഷെ അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് അവർക്കൊക്കെ പടച്ചവന്റെ കഴിവുണ്ടെന്ന് പറയും. പടച്ചവന്റെ കഴിവുണ്ട്. ഈ ഇപ്പൊ ഞാനൊരു പാട്ട് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സിയം വലിയുള്ള എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അങ്ങനെയൊക്കെ കേൾക്കും. എന്താ വെച്ചാൽ അദ്ദേഹം പടച്ചോന്റെ കഴിവുള്ള പടച്ചോൻ തന്നെയാണെന്ന്. മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയും. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന ആളതാണ്. പിന്നെ അങ്ങോട്ട് കഥകളൊക്കെ പറയണം, വിമാനം പിടിച്ചു വലിച്ചിറക്കി അവൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിച്ചു, അങ്ങനെ ജനിച്ചവരെ മരിച്ചവനെ ജീവിപ്പിച്ചു, വയറ് കീറി പ്രസവിപ്പിച്ചു, അങ്ങനെ ഒപ്പിച്ചു, അങ്ങനെയൊക്കെ അങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു ഉസ്താദന്മാർ പോലെയായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവസാനം പറഞ്ഞു എന്താണെന്നറിയോ? ഒരു പാട്ടിറങ്ങിയിരിക്കണം, ഈ പറഞ്ഞ ആള് ഹയ്യും ഖയ്യൂമുമാണ്. ആരാണ് ഹയ്യും ഖയ്യൂമും? ഹയ്യും ഖയ്യൂം എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ 99 പേരുകൾ ഹയ്യ്, എന്നെന്നും ജീവിക്കുന്നവൻ. ആരാണ് ഹയ്യ്? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു പോകും, ഒന്നും ബാക്കിയാവില്ല, ഒരു ഔലിയും ബാക്കിയാവില്ല ഭൂമിയിൽ, എല്ലാം നശിക്കും. അല്ലെ, ഹയ്യായിട്ടുള്ളത് ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് ഹയ്യ്, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടത്. അള്ളാന്റെ പേരാ ഹയ്യ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്നവൻ. അതാരാ? അപ്പൊ ഹയ്യായ ഖയ്യൂമായ. എന്നിട്ട് ഇത് പാട്ടാക്കി അതിങ്ങനെ ആവേശപൂർവ്വം പ്രചരിപ്പിച്ചു. പിന്നെ അങ്ങനെ കുറെ പറയണ്ട, അസ്മാഉൽ ഹുസ്ന മുഴുവൻ അരച്ച് കലക്കി ഇവിടെ എടുത്തുകയാണ്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇബ്രാഹിം നബി ഇസ്ലാം നിലകൊണ്ടത്? നമ്മൾ ഇബ്രാഹിം നബി ഇസ്ലാമിനെ സ്മരിക്കണം. ശുദ്ധമായ തൗഹീദ്, സ്വന്തം പിതാവും സമൂഹവും പെട്ടിരിക്കുന്ന അബദ്ധ ജഡിലമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് അതിന്റെ പേരിൽ താടന പീഡനങ്ങൾ ഏറ്റുവാങ്ങി നാടും വീടും വിട്ടേച്ചു പോകേണ്ടി വന്ന അവസ്ഥ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സ്മരിക്കുമ്പോൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ തൗഹീദ് പറയണ്ടേ, ഓർക്കണ്ടേ? ആ തൗഹീദിന് വിരുദ്ധമായി നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണ്ടേ? അതിനുവേണ്ടി എത്ര പറഞ്ഞത്. അപ്പൊ അതൊക്കെ അപകടകരമായ വ്യതിചലനങ്ങളാണ്, തൗഹീദിൽ നിന്നുള്ള വഴിതെറ്റലുകളാണ്. ആ വഴിതെറ്റലുകളെ കുറിച്ച് നമ്മൾ കരുതിയിരിക്കണം. അത്തരം വഴിതെറ്റലുകളിൽ അകപ്പെട്ടു പോകുന്ന ആളുകളെ നമ്മൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. വേറെ ഇതിൽപ്പ് പറയാനുള്ള ഒരു സംഗതി, ഇപ്പോഴത്തെ ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഇതിനങ്ങോട്ട് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു സംഗതിയുണ്ട്. അതായത് നമ്മൾ വിശ്വാസികൾ, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികൾ, പക്ഷെ ഇത് സഹിക്കാത്ത കുറെ ആളുകൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ. എന്നിട്ട് അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടായില്ലേ? ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വലിയ ഷിർക്കിന്റെ പാട്ടൊക്കെ പാടി, പറഞ്ഞ വന്ദേ മാതരം പറഞ്ഞ പാട്ട്. അതിൽ ആദ്യത്തെ 2 വരികളോ 4 വരികളോ, 2 കണ്ണിക്ക് 4 കണ്ണുകളോ വലിയ കുഴപ്പമില്ല, ആർക്കും പാടാന്നൊക്കെയാണ് പൊതുവായിട്ട് പാർട്ടികളൊക്കെ അംഗീകരിച്ചിട്ടുള്ളത്, മതേതര പാർട്ടികളൊക്കെ. പക്ഷെ അതവിടെ മുഴുവൻ അങ്ങോട്ട് പാടി. അതെന്ന് വെച്ചാല് പിന്നെ പറഞ്ഞോട്ട് അതൊരു ചതിയായിരുന്നു. നമ്മളാരും ഒന്നും അറിയാതെ, ബന്ധപ്പെട്ടവരൊന്നും അറിയാതെ ഒരു ചതി. എന്നിട്ട് അതിന്റെ കുറെ അത് ചൊല്ലുമ്പോ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന കുറെ മുസ്ലിം നേതാക്കന്മാര് അവരിങ്ങനെ നിൽക്കുമ്പോ അവരുടെ ഫോട്ടോ എടുത്താ പറ്റിച്ചേ, ഞങ്ങൾ ഇതാ ഇവിടെ ദുർഗാദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ സരസ്വതി ദേവിയെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവരുടെ മഹത്വം വിവരിക്കുന്ന വരികളൊക്കെ ചൊല്ലുമ്പോ ഇതാ ഇവരെങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ. എന്നിട്ട് പറഞ്ഞിട്ട് ആ പ്രൊഫൈലുകളൊക്കെ അങ്ങ് ആഘോഷിച്ചുകൊണ്ടിരിക്കാം. ചതിയിലകപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല അത്, അല്ലേ? ഏത്? ഈ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഭൂമി ദേവിയാണെന്നോ ദൈവമാണെന്നോ അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ദൈവമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതിന് 100% സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ലോകത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യൻ, പുരോഗതി പ്രാപിച്ചിട്ടുള്ള മനുഷ്യൻ എന്താ പറയണറിയോ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. വിശ്വാസപരമായി, കർമ്മത്തിൽ, ജീവിതത്തിൽ, എല്ലാത്തിലും വൈവിധ്യം. ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതവൻ ചെയ്യട്ടെ. പക്ഷെ അത് മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇതാണ് പരിഷ്കൃത സമൂഹം ഉയർത്തിപ്പോരുന്ന ഉന്നതമായ മൂല്യങ്ങൾ എന്ന് പറയും. പക്ഷെ ആ മൂല്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൈമോശം വന്നിരിക്കുക. അതിനേക്കാൾ അതല്ല, അത് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. ഏറ്റവും അപകടകരമായ സംഗതി എന്നറിയോ? ഇന്നലെ ഒരു തീരുമാനം വന്നു. പശ്ചിമ ബംഗാളിൽ ഇപ്പൊ പുതുതായിട്ട് ഭരണത്തിൽ വന്നിരിക്കുന്ന ആരാന്നറിയല്ലോ?
അവിടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചൊല്ലണം. എവിടെ ചൊല്ലണം? ഭരണത്തിന്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ സ്കൂളിലോ ഒന്നും ചൊല്ലുന്ന ആർക്കും ഒരു കുഴപ്പമില്ല. മദ്രസകളിൽ ഈ വന്ദേമാതരം പാടിയിട്ടേ തുടങ്ങാവൂ. നമ്മൾ ഫാത്തിഹ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തുടങ്ങുന്ന മദ്രസകൾ വന്ദേമാതരം പാടിയിട്ടേ തുടങ്ങാവൂ എന്നല്ല. അതിൽ പറഞ്ഞ ദുർഗാദേവിയെ പൂജിക്കുന്നതും സരസ്വതി ദേവിയെ മറ്റേ ദേവിയൊക്കെ പൂജിക്കുന്നതും അവരോട് മഹത്വം വിവരിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതുമായ മുഴുവൻ വരികളും ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അവരുടെ വിശ്വാസത്തെയും അവരുടെ ജീവിത വീക്ഷണങ്ങളെയും അംഗീകരിക്കാതെ എല്ലാം തച്ചുടച്ച് ഇതിങ്ങനെ നിലനിൽക്കുമോ? ഇതിങ്ങനെ നടക്കുമോ? ഇതിങ്ങനെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കൂ? ഇല്ലേ? ജനാധിപത്യപരമായ രൂപത്തിൽ ഏറ്റവും മാന്യമായി ശക്തമായി പ്രതിഷേധിക്കാൻ അവനവന്റെ നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ വിശ്വാസവും ആദർശം അനുസരിച്ച് ജീവിക്കാം. സ്റ്റേറ്റിന് പ്രത്യേക മതമോ വിശ്വാസമോ ഉണ്ടാവില്ല, ഒന്നും മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കൂല എന്ന് പറയുന്ന ഉന്നതമായ മതനിരപേക്ഷ കാഴ്ചപ്പാട്, അതിനെയാണ് ഇപ്പോൾ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് താല്പര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ. പക്ഷെ ഇതൊന്നും കാണുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല. ഫഇന്നഹു അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, അതൊന്നും ഞാൻ അംഗീകരിക്കൂല. ഞാൻ റബ്ബ് സുബ്ഹാനഹു തആല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നാഥനുമായ തമ്പുരാനായ റബ്ബിനെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന നിലപാടെടുക്കുകയും അതിനുവേണ്ടി ധീരമായി നിലകൊള്ളുകയും വേണ്ടി വന്ന സമര പ്രക്ഷോഭ പരിപാടികളൊക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി തന്നെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നടത്തേണ്ടി വരികയും ചെയ്യുമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. പറഞ്ഞു വന്നത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ ഇബ്രാഹിം നബി കൂടുതൽ ചർച്ച വരുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തൗഹീദ്, അതിനെ നമ്മൾ മുറുകെ പിടിക്കുക. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മൾ മുവഹിദുകളാണ്. അതിന് ഒരു നിലക്കും കോട്ടം തട്ടുന്നത് ഷിർക്കിലേക്ക് എത്തുന്ന ഒന്നും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒന്നും സംസാരത്തിലോ ഒന്നും ഉണ്ടാകാൻ നമുക്ക് പറ്റില്ല. പൂർണ്ണമായി തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ച് അങ്ങനെ മുവഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമുക്ക് മരിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന, ആവശ്യമായ നീക്കങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഹോദരന്മാർ പറഞ്ഞില്ലേ, ഒക്കെ അവരെത്തി ഹജ്ജിന്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം പോയി. എല്ലായിടത്തുനിന്നും ലോക മുസ്ലിം സമ്മേളനം നടക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മുമ്പ് കുറെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ വിടുകയാണ്. വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പരിശുദ്ധ ഗേഹത്തിന്റെ പരിസരത്ത്. അള്ളാഹുവിന് ഏകനായ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മന്ദിരം കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ഏകദൈവാരാധനയ്ക്ക് വേണ്ടി കഅബയാണ്. ആ കഅബയെ കേന്ദ്രമാക്കിയിട്ടാണ് വിശ്വാസികൾ ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ ജീവിക്കുന്നത്. ഹജ്ജിനെത്തിയിട്ടുള്ളത് അവിടെ തന്നെയാണ്. ആ കഅബ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാർ ലോക ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആളുകൾ അവിടെ സമ്മേളിക്കാം. ഇത് ലോക മുസ്ലിം സമ്മേളനം കൂടിയാണ് ഹജ്ജ്. അപ്പോൾ ആ ഹജ്ജിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് യാതൊരു ആപത്തും ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലാതെ നല്ല രൂപത്തിൽ സന്തോഷത്തോടെ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരുമായ മനുഷ്യർ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ്, ജീവിതത്തിലെ മുഴുവൻ ഏറ്റവും വലിയ കാര്യം സ്വരുക്കൂട്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് അവരവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവർക്കത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ. ഒരു ഹജ്ജ്, യഥാർത്ഥ ഹജ്ജ്, അതായത് മബ്രൂറായ ഹജ്ജ് നിർവഹിച്ച ഒരാൾ സ്വന്തം മാതാവ് പ്രസവിച്ച ദിവസത്തിലെ പോലെ നിഷ്കളങ്കനായി തിരിച്ചു വരുന്നു പറഞ്ഞില്ല. അങ്ങനെ നമ്മളിലേക്ക് തിരിച്ചെത്താൻ നമ്മുടെ സഹോദരന്മാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തുണ നൽകുമാറാകട്ടെ. ഏതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന?
പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ബലിപെരുന്നാൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെരുന്നാളാണ്, ബലിപെരുന്നാളാണ്. ആ ബലിപെരുന്നാൾ നമുക്ക് വ്യാഴാഴ്ചയാണ്. എല്ലാവർക്കും അറിയില്ല, ഇവിടെ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യാഴാഴ്ച പെരുന്നാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദുൽഹജ്ജ് 9 അറഫാ ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതറിയാം? നബി ഖത്താദ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. അറഫാ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല യുകഫിറു സനത്തിൽ മാളിയ വൽ ബാഖിയ. അത് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും പാവങ്ങളുടെ പരിഹാരമാണ്, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാവങ്ങളുടെ പരിഹാരം. അപ്പൊ വലിയ പുണ്യമുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ്. നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവർ, അങ്ങനെ എന്തെങ്കിലും വിഷമ രോഗമുള്ളവർക്കല്ല, അല്ലാത്ത എല്ലാവരും, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും, ചെറിയ കുട്ടികളെ അടക്കം ആ നോമ്പ് എടുപ്പിക്കുക. അറഫ ദിവസത്തെ നോമ്പ് എന്നുണ്ടോ ഹാജിമാരോട് നമ്മൾ ഐക്യപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളായിരിക്കുമല്ലോ. പെരുന്നാൾ ദിവസം അറിയാം, നമുക്ക് നല്ല വസ്ത്രമൊക്കെ ധരിക്കുക, എന്നിട്ട് നേരത്തെ നമസ്കരിക്കാൻ പോവുക. പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമസ്കാരമാണ്. അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, നമസ്കാരത്തിന് പോവാതെ പിന്നെ നമ്മൾ എത്ര പുത്തനെടുപ്പിട്ടിട്ട് എത്ര ബിരിയാണി നിന്നും കാര്യമില്ല. പെരുന്നാളിലെ ആഘോഷത്തിലെ ഏറ്റവും പ്രധാന വിശ്വാസികൾ മുഴുവൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നമസ്കരിക്കുന്നു, ഖുത്ബ നടത്തുന്നു, ഈദ്ഗാഹ് അല്ലെങ്കിൽ പള്ളി, എന്നിട്ട് പരസ്പരം കാണുന്നു, പരിചയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പെരുന്നാൾ നമസ്കാരത്തിന് ഒരു വഴി പോവുകയാണെങ്കിൽ വേറൊരു വഴിക്ക് തിരിച്ചു പോരണമെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ആളുകളെ കാണാനും സ്നേഹം പകരാനും പങ്കുവെക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ആ നമസ്കാരം വളരെ പ്രധാനമാണ്. നമ്മുടെ മഹല്ലിൽ ഒറ്റ പെരുന്നാൾ നമസ്കാരമാണ്. നമുക്കിവിടെ 6 പള്ളിയിൽ നമ്മൾ ജുമാ നടത്തുന്നുണ്ട് നമ്മുടെ മഹല്ലിൽ. പക്ഷെ പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ ശാന്തപുരം ആസ്ഥാന പള്ളിയിലാണ്. ഈദ്ഗാഹിൽ ഇപ്പൊ ഈ മഴ കാരണം കുറച്ച് അസൗകര്യമുണ്ട്. അപ്പോൾ പള്ളിയിലും അതിന്റെ പരിസരത്തൊക്കെ സൗകര്യപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് 7 മണിക്ക് പെരുന്നാൾ നമസ്കാരം ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ എല്ലാവരും കുടുംബസമേതം എല്ലാവരും അതിലെത്തിച്ചേരുക, നല്ല രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആദർശം, പ്രതികൂല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാം, വല്ലാത്തൊരു പ്രയാസം, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. റബ്ബിന്റെ അടുത്താണ് വഴിയും മാർഗവും. അള്ളാഹുവെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബെ, ഞങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബെ. ഈ ആദർശവും വിശ്വാസവും മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. അത്തരം അബദ്ധ ചിന്താഗതികൾ വെച്ചു പുലർത്തുകയും സത്യവിശ്വാസികളെ ഉപദ്രവിക്കാൻ വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നീ നേർമാർഗം കാണിച്ചു കൊടുക്കണേ റബ്ബെ. അവർക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഏതേതവസ്ഥയിലും ഞങ്ങളുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാൻ. അഹദ് അഹദ് എന്നൊരു മുദ്രാവാക്യല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ്. ആര് പറഞ്ഞതാ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എന്താ പറയാ, കുന്തം കൊണ്ട് കുത്തി, ചമ്മട്ടി കൊണ്ട് അടിച്ച്, പാറ കൊണ്ട് കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് തൗഹീദിൽ നിന്ന് മാറാൻ വേണ്ടി വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന് നമസ്കരിക്കും, ഇതിനോട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അഹദ്. അഹദ്, ഏകനായ റബ്ബ്. ഞങ്ങൾ ആ ഏകനായ റബ്ബിനെ, ഈ റബ്ബുൽ ആലമീനായ തമ്പുരാനെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ആദർശം മുറുകെ പിടിക്കാനുള്ള മനക്കരുത്ത് കാണിക്കണം. അതാ റബ്ബെ, ഞങ്ങളുടെ മനസ്സിന് കരുത്ത് നൽകണേ തമ്പുരാനെ, ഞങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ നാഥ, ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്തു തരണേ തമ്പുരാൻ. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബെ. ഞങ്ങൾക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കാൻ, സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നിന്നിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബെ. ഞങ്ങളിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ നാഥ, ആരോഗ്യം നൽകണേ തമ്പുരാനെ. മനഃശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ നാഥ. ഇവിടെ നമ്മൾ ഒരാൾ ഇന്നലെ മരിച്ചു നമ്മുടെ മഹല്ലിൽ, പള്ളിക്കുത്ത് ആരിപ്പറ്റ അബുവാക്കാന്റെ പരേതനായ മർഹൂം അബുവാക്കാന്റെ ഭാര്യ അസ്മാവി താത്ത ഇന്നലെ മരിച്ചു. നമ്മളൊക്കെ ജനാസയിൽ പങ്കെടുത്തതിൽ പലരും ഉണ്ടായിരുന്നു. ഒരുപാട് കാലം അവർ കിടന്നു, ഏതാണ്ട് 20 കൊല്ലത്തോളം അവരെ കിടപ്പ് കിടന്നു.
അപ്പൊ അവരനുഭവിച്ച ആ കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ, അവരുടെ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെട്ട് അവർ പൂർണ്ണമായ ശുദ്ധമായ അവസ്ഥയിൽ അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹു താല അവരെ സ്വർഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കുകയും സ്വർഗീയമായ അനുഭവവും നൽകി ഖബറിലേക്ക് സ്വർഗത്തിന്റെ ഒരു കവാടം റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഒരാൾ കടന്നാലേ അപ്പൊ അവരെ പരിചരിക്കുന്ന ആളുകൾ അവർക്കാണ് വലിയ ബുദ്ധിമുട്ട് അല്ലേ. പക്ഷെ ഒരു വിഷമവും കൂടാതെ പരിചരിച്ചു നിർത്തി കൊണ്ട് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് മനുഷ്യർ. നമ്മളൊക്കെ അങ്ങനെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇതേ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആരൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഈ പറഞ്ഞ അവസ്ഥയിലൊക്കെ ഉണ്ടോ, അവർക്ക് ഒരു വിഷമവും കൊടുക്കാതെ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കുക നമ്മുടെ കടമയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലം നൽകും. അല്ലാഹു തആല അവർക്ക് അതുപോലെ ഇത്തരം സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا